നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം പ്രതീക്ഷിക്കുന്നത് മൊത്തം 40 കോടി പേരെ, അതായത് US-ലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ. 45 ദിവസത്തെ ആഘോഷം, ചിലവ് ഏകദേശം 7000 കോടിയോളം രൂപയാണ്. മഹാകുംഭനഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് 10,000 ഏക്കറിൽ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാകുംഭമേള വിലയിരുത്തപ്പെടുന്നത്. 144 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന പരിപാടി. കുംഭമേളയെക്കുറിച്ച് നിരവധി മിഥ്യകൾ പ്രചാരത്തിലുണ്ട്. അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങളുമുണ്ട്. വേദങ്ങളിലും പുരാണങ്ങളിലും ഈ ഉത്സവത്തെ പരാമർശിക്കുന്നുണ്ടെന്ന് ചിലർ പറയുമ്പോൾ, കഷ്ടിച്ച് 2 നൂറ്റാണ്ടുകൾ മുന്നെയാണ് ഇത് തുടങ്ങിയതെന്നാണ് മറ്റു ചിലർ പറയുന്നത്. സത്യത്തിൽ എന്താണ് കുംഭമേള? എന്താണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം? ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്? മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് എത്ര വരുമാനം നേടിക്കൊടുക്കും എന്നുള്ളതെല്ലാം തന്നെ ഒരു ചോദ്യമാണ്. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ അടക്കം കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം, വിപുലമായ ഒരുക്കങ്ങൾ, ദാർശനിക മാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകളും ഏറെയാണ്. 6 വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള, 12 വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള, 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥാനത്തും, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും, മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും, മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ക്ഷിപ്രയുടെ തീരത്തും 3 വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ രാജ്യത്തു നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമത്തിന്റെ ഭാഗമാകാനാണ് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ സുരക്ഷയും അതീവ പ്രാധാന്യമാണ്. അതിനനുസരിച്ചുള്ള പഴുതടച്ച സുരക്ഷയാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണ UP പോലീസ് മഹാകുംഭമേളയ്ക്കായി വലിയ ഒരുക്കങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിനായി മേളയുടെ വിശാലമായ പ്രദേശത്ത് വ്യോമ നിരീക്ഷണവും ജനക്കൂട്ട നിയന്ത്രണവും ശക്തിപ്പെടുത്തുന്നതിനായി 11 ടെതേർഡ് ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ടെതർ ചെയ്ത ഡ്രോണുകൾ കേബിളുകൾ വഴി ഗ്രൗണ്ട് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ തുടർച്ചയായി വൈദ്യുതി വിതരണമുണ്ട്. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് 24 മണിക്കൂറും തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയും. ഈ ഡ്രോണുകൾക്ക് 120 മീറ്റർ ഉയരം വരെ പറക്കാനും 3 കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാനും കഴിയും. ഏറ്റവും പുതിയ തെർമൽ IR ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകളാണിവ. UP പോലീസിന്റെ സുരക്ഷാ വിഭാഗം 4 ടെതേർഡ് ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ ചലനം നിരീക്ഷിക്കുന്നതിനായി ട്രാഫിക് ഡയറക്ടറേറ്റ് 4 ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട്. ATS 3 ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭീഷണികളും തടയുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മഹാകുംഭമേളയുടെ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതുവരെ 9 ഡ്രോണുകളാണ് UP പോലീസ് വെടിവെച്ചിട്ടത്. ഇതിൽ 6 ഡ്രോണുകൾ മകരസംക്രാന്തി ദിനത്തിൽ തന്നെ പിടിക്കപ്പെട്ടു. ഈ ഡ്രോണുകളിൽ 1 റെഡ് സോണിൽ പറക്കാൻ ശ്രമിക്കുകയായിരുന്നു. UP പോലീസ് സുരക്ഷാ പോലീസ് മേധാവിയും മുതിർന്ന IPS ഓഫീസറായ രഘുവീർ ലാലാണ് ഈ സംവിധാനം നിരീക്ഷിക്കുന്നത്. മഹാകുംഭമേളയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് മുതൽ ഭക്തരുടെ എണ്ണം കണക്കാക്കാനായി വരെ എല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 7 നിർണായക വഴികളിലായി 102 ചെക്ക് പോസ്റ്റുകളുള്ള ഒരു വൃത്താകൃതിയിലുള്ള സുരക്ഷാ സംവിധാനം പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. 40,000 പോലീസ് ഉദ്യോഗസ്ഥരും സൈബർ ക്രൈം വിദഗ്ധരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിരീക്ഷണ ശൃംഖല തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം NST കമാൻഡോസും സജ്ജമാണ്. മഹാകുംഭമേളയെ മുഴുവനായിട്ട് പൊതിഞ്ഞുകൊണ്ട് വളരെ വലിയൊരു സുരക്ഷയാണ് ഈ കമാൻഡോസ് ഒരുക്കിയിരിക്കുന്നത്. അണ്ടർ വാട്ടർ ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. AI പവേർഡ് ക്യാമറകൾ, ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻ, കൂട്ടം തെറ്റുന്നവരെ കണ്ടെത്താൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കേന്ദ്രം, നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് എന്നിവയെല്ലാം കുംഭമേളയിൽ ഉണ്ടാകും. ഡിജിറ്റൽ സഹയാത്രികനാണ് കുംഭ് സഹായിക് എന്ന് പേരിട്ടിരിക്കുന്ന ചാറ്റ് ബോട്ട്. ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ 10 ഭാഷകളിൽ ടെക്സ്റ്റ് ചെയ്തോ ശബ്ദത്തിലൂടെയോ തീർത്ഥാടകർക്ക് സഹായികിനോട് ആശയവിനിമയം നടത്താൻ. പോകേണ്ട സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, പൂജാ സമയം, പാർക്കിംഗ് സ്ഥലങ്ങൾ, അവിടങ്ങളിലേക്കുള്ള വഴികൾ തുടങ്ങിയവയെല്ലാം ചോദിച്ചാൽ AI സഹായിക് പറഞ്ഞു തരും. വിനോദസഞ്ചാരികൾക്ക് പ്രയാഗ്രാജിനടുത്ത് പോകാവുന്ന ഇടങ്ങൾ, താമസ സൗകര്യം എന്നിവയും അറിയാം. മഹാകുംഭ് ഒഫീഷ്യൽ മൊബൈൽ ആപ്പിൽ AI സഹായിക് ഉണ്ട്.
മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് നേടിക്കൊടുക്കാൻ പോകുന്ന വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ലയുൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത്. ഇവിടെ 50 ലക്ഷം മുതൽ 1 കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. പാർക്കിംഗ് ഏരിയ മാത്രം 1850 ഹെക്ടറിലാണ്. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടാത്ത 40 കോടി ജനങ്ങളിൽ ഓരോരുത്തരും 5000 രൂപ വെച്ച് ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം 2 ലക്ഷം കോടി രൂപയായിരിക്കും. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിന്റെ കണക്ക് പ്രകാരം പാക്കേജ് ഭക്ഷണം, വെള്ളം, ബിസ്ക്കറ്റ്, ജ്യൂസുകൾ, മീൽസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണവും വെള്ളവും എന്ന വിഭാഗത്തിൽ നിന്ന് തന്നെ ഏകദേശം 20,000 കോടി വരുമാനം ലഭിക്കും. എണ്ണവിളക്കുകൾ, ഗംഗാജലം, വിഗ്രഹങ്ങൾ, ചന്ദനത്തിരി, മതഗ്രന്ഥങ്ങൾ എന്നിവ അടങ്ങുന്ന പൂജാദ്രവ്യങ്ങളും ആരാധനാ വസ്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും 20,000 കോടിയോളം രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചു ദിവസം മുമ്പ് മഹാകുംഭമേളയിൽ നിന്നുള്ള ഒരു വാർത്തയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറീൻ പവൽ ജോബ്സ് ഹിന്ദുധർമ്മം സ്വീകരിച്ചു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനും പുണ്യസ്നാനം ചെയ്യാനും എത്തിയ അവർ ആദ്യം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. ശേഷം നിരഞ്ജനി അഖാഡയുടെ നിർദ്ദേശപ്രകാരം കമല എന്ന ഹിന്ദുനാമം സ്വീകരിച്ചു. കാശി വിശ്വനാഥനെ ദർശിച്ച ലോറീൻ പവൽ ജോബ്സ് മഹാകുംഭമേളയുടെ വിജയകരമായ നടത്തിപ്പിന് പ്രാർത്ഥിക്കുകയും കാശി വിശ്വനാഥനെ ജലാഭിഷേകം നടത്തുകയും ചെയ്തു. 61കാരിയായ ലോറീൻ 3 ആഴ്ച ഉത്തർപ്രദേശിലുണ്ടാകും. ലോകം മുഴുവൻ അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന മഹാകുംഭമേള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും തരംഗമായി മാറുന്നു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. കുംഭമേള ആരംഭിച്ച ദിവസം മുതൽ സൈബർ ഇടങ്ങളിൽ പ്രയാഗ്രാജിൽ നിന്നുള്ള വാർത്തകളും ചിത്രങ്ങളുമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവിടെയുള്ളവർ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കീവേഡ് മഹാകുംഭമേള എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനാണ് കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായിട്ടുള്ളത്. തൊട്ടു പിന്നാലെ ഖത്തർ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് മഹാകുംഭമേള തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു പുണ്യ നിമിഷത്തിൽ അതിൽ പങ്കാളികളാകാനായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കോടിക്കണക്കിന് ജനങ്ങളാണ് അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.